ഹായ് സുഹൃത്തുക്കളെ, കുബേര സിനിമ കണ്ടു. ധനുഷിൻ്റെ പടമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തെലുങ്ക് പടമാണ്. ഇത് ഒരു കംപ്ലീറ്റ് തെലുങ്ക് പടമാണ്. കാരണം തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് പറയുമെങ്കിലും നമ്മൾ കാണാൻ ചെല്ലുമ്പം തെലുങ്ക് പടത്തിനെ തമിഴ് ഡബ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു തെലുങ്ക് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശേഖർ കമ്പുല എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ തെലുങ്കിലെ ഒരു ഏറ്റവും വലിയൊരു നടന്മാരിൽ ഒരാളായ നാഗാർജുന അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു മെയിൻ റോളാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാണ് ഇതിനകത്ത് സ്ക്രീൻ ടൈം കൂടുതൽ. പിന്നെ ഈ സിനിമയിലെ നായിക രാഷ്മിക മന്ദാനയാണ്. പിന്നെ ദേവിശ്രീ പ്രസാദ് പുള്ളിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെയൊക്കെ ടോപ്പ് മ്യൂസിക് ഡയറക്ടറായിരുന്നു, ഇപ്പോൾ ഇച്ചിരി താഴ്ന്നു നിൽക്കുകയാണ്. അപ്പം സംഭവം ഈ സിനിമ കണ്ടു. ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായമാണ്. ഈ സിനിമ ധനുഷ് ചെയ്യുന്ന രണ്ടാമത്തെ തെലുങ്ക് പടമാണ്. ഇതിനു മുമ്പ് വാത്തി എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വൻ വിജയമായിരുന്നു. പിന്നെ ഈ കുബേര എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയെ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സീൻ കാണിച്ചു തരാം. ഈ സിനിമ ഇത് ഈ സിനിമയുടെ ഫസ്റ്റ് ഇൻട്രോ ആണ്. ധനുഷിൻ്റെ തുടക്കത്തിലെ ഇൻട്രോ ആണ്. എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സിനിമയിൽ ഇതുപോലൊരു ഇൻട്രോ സീൻ വേറെ ഒരു നടനും ചെയ്യുമെന്ന് എനിക്ക് അതിനുള്ള ഗട്ട്സ് വേറൊരു നടനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിൽ. പ്രത്യേകിച്ച് അത്യാവശ്യം സ്റ്റാർഡവും ഫാൻ ബേസും മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ള നടന്മാർ ഇതുപോലൊരു സീൻ ഇൻട്രോ സീൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംവിധായകരായിട്ടുള്ള റൂസോ ബ്രദേഴ്സിൻ്റെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എടുത്ത ഡയറക്ടറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്ന നടനാണ് ധനുഷ്. ആ നടനാണ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇൻട്രോ സീൻ ഒരു പിക്ചർ ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അതായത് അതൊന്നും എല്ലാവരെ കൊണ്ടും പറ്റുന്ന പരിപാടിയല്ല. ഈ സിനിമയിൽ ഉടനീളം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. തീർച്ചയായിട്ടും ഈ വർഷം ഇനി നല്ലൊരു പെർഫോമൻസിന് മോളിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ അവാർഡിന് പരിഗണിക്കാവുന്ന ഒരു പെർഫോമൻസ് ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ്, അതായത് കോർപ്പറേറ്റിലെ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ഇത് വെളുപ്പിക്കാൻ വേണ്ടി പല പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ആ പരിപാടികളിൽ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ പിച്ചക്കാരെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്ത്യയുടെ 4 ഭാഗത്തു നിന്നും 4 പിച്ചക്കാരെ ഈ പരിപാടിക്ക് ഇവർ കൊണ്ടുവരും. ആ പരിപാടി ചെയ്യുന്ന മെയിൻ ആളെന്ന് പറഞ്ഞാൽ, അതായത് ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ നാഗാർജുനയാണ്. അപ്പം ഇന്ത്യയിൽ 4 ഭാഗത്തു നിന്ന് പിച്ചക്കാരെ കൊണ്ടുവരുമ്പോൾ അതിൽ തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവരുന്ന പിച്ചക്കാരനാണ് നമ്മുടെ ധനുഷ്. അപ്പം അറിയാമല്ലോ, ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കറക്റ്റ് ഒരു പിച്ചക്കാരൻ എങ്ങനെ ഒരു പിച്ചക്കാരനെ കണ്ടോ നമ്മൾ കാണുന്നു, അതേ കണക്ക് ധനുഷിനെ നമ്മൾ കാണുന്നില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ജീവിച്ച് കാണിക്കുന്ന പോലെ പറയുന്ന സംഭവമാണ്. പിന്നെ അഭിനയം അതിനേക്കാൾ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്താണ്. ഈ സിനിമ 3 മണിക്കൂറിന് മേലിലുണ്ട്. അത്രയും വേണ്ട, ഒരു 2.5 മണിക്കൂറിനുള്ള വെട്ടി ചുരുക്കി കുറേ ഭാഗമൊക്കെ വെട്ടിക്കളയായിരുന്നു. പക്ഷേ എൻഗേജിങ് ആയിരുന്നു. എന്നാലും അത്രയും മണിക്കൂർ വെക്കുമ്പോൾ നമുക്കതൊരു മടുപ്പായിട്ട് തോന്നും തിയേറ്ററിലിരുന്ന് കാണാൻ. പിന്നെ രാഷ്മിക ഇതിൻ്റെ ഏകദേശം ഒരു ഇൻ്റർവെൽ ആവുന്നതനുസരിച്ചാണ് സിനിമയിലോട്ട് വരുന്നത്. പിന്നെ ഈ പ്രോപ്പർ തെലുങ്ക് പടമായതുകൊണ്ട് തെലുങ്ക് ഓഡിയൻസ് നല്ല രീതിയിൽ വരവേറ്റിട്ടുണ്ട്. കാരണം അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ പടത്തിൻ്റെ സ്കെയിൽ വലുതാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ എനിക്കൊരു ഒരു തിയേറ്റർ വാച്ച് വർത്തിയായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് മാത്രമാണ് എനിക്ക് ബോറായിട്ട് തോന്നിയിരിക്കുന്നത്. മറ്റപടി അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഇനി അടുത്ത ധനുഷിൻ്റെ പടം ഇഡ്ഡലിക്കട എന്ന് പറയുന്ന പടമാണ്, സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിങ്ങിനാണ്. ഇപ്പോൾ 5 ദിവസം കൊണ്ട് ഈ പടം 100 കോടി കളക്ഷൻ അടിച്ചു. അപ്പം സ്റ്റാർട്ടുള്ള നടൻ, ഒരു സ്റ്റാറായിട്ടുള്ളൊരു നടനൊക്കെ ഈ റോളെടുത്ത് ചെയ്യുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ.